ചർച്ചകൾ മുഴുവൻ നിങ്ങൾ നോക്കിയാൽ ഉദ്ഘാടന തീയതിയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചയാണ്. തിരുവനന്തപുരം കോവളം ബൈപ്പാസിന്റെ ചുമതല ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടായിരുന്നു, ഈ ഉദ്ഘാടന തീയതി പ്രശ്നമായിരുന്നു. അവിടുത്തെ അണ്ടർപാസിന്റെ കാര്യത്തിൽ ജംഗ്ഷൻ വന്നത് എങ്ങനെയാണ്? ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ കേരളിന്റെ പദ്ധതി വന്നു, അലൈൻമെന്റിന്റെ ചുമതല ഏൽപ്പിച്ചിരുന്ന അലോക് കുമാർ വർമ്മയുണ്ടായിരുന്നു. അദ്ദേഹം മലയാളിയല്ല, ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ധാരണ പോലും ഇല്ല. അദ്ദേഹം പറഞ്ഞ എന്താണ്, സർക്കാരിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് കൊല്ലത്തെ സ്റ്റേഷനും സ്മാർട്ട് സിറ്റിയുടെ അടുത്ത് കാക്കനാട് സ്റ്റേഷനും ഇന്ന സ്ഥലത്ത് വേണം എന്ന് പറഞ്ഞിട്ട് അലൈൻമെന്റ് നിശ്ചയിക്കാൻ പറയുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ തന്നെ അങ്ങ് അലൈൻമെന്റ് നിശ്ചയിച്ചോളൂ, എന്നെ എന്തിനാ ഏൽപ്പിക്കുന്നത്? അപ്പൊ ശാസ്ത്രീയമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ ഇത്തരം ഇടപെടലുകൾ അത് എവിടെ നിന്നൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷെ ബാക്കിയുള്ള അഴിമതിയുടെ ഫലമാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത്. ആ ചേറിന്റെ മുകളിൽ കൊണ്ടുവന്ന് മണ്ണ്, എത്ര ലോഡ് മണ്ണെന്ന് നിങ്ങൾ ആലോചിച്ചു. 45 മീറ്റർ വീതിയിൽ 12 മീറ്റർ 18 മീറ്റർ ഉയരത്തിൽ ഈ ഇത്രയും ദൂരം ഈ മണ്ണ് അവിടെ അടിച്ചുറപ്പിക്കണമെങ്കിൽ എത്ര ലോഡ് മണ്ണാണ് അവിടെ കൊണ്ടുവന്നിട്ടത്? ഇനി എത്ര ലോഡ് മണ്ണാണ് അവിടുന്ന് നീക്കം ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. ഈ ചേറിന്റെ മുകളിൽ ഇടുമ്പോൾ ആ നാട്ടുകാർക്കറിയാം, അവിടെ ഒരു ഏറുമാടം വെച്ചാൽ പോലും പ്രവർത്തിച്ചിട്ടുള്ള നാട്ടുകാർക്ക് വയലിൽ ഇത് നിൽക്കില്ല എന്ന് അവർക്കറിയാം. പക്ഷെ അതറിയാൻ വയ്യാത്ത സാങ്കേതിക വിദഗ്ധരാണോ ഇത് ചെയ്തത്? അപ്പൊ ഇതിനാണ് ഇവര് മറുപടി പറയേണ്ടത്. ഇതിന് മറുപടി പറയുന്നതിന് പകരം ഈ ഉത്തരവാദിത്വത്തിൽ വലിയ വീഴ്ച വരുത്തി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ബെഡായി, നിങ്ങൾ പറയുന്ന പോലെ ബെഡായി പറഞ്ഞതിനപ്പുറത്ത് ഇപ്പൊ മുഖ്യമന്ത്രി അവിടെ പറയുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോ മഴ പെയ്തപ്പോൾ പ്രശ്നം ഉണ്ടായി എന്നാണ്. നാട്ടിൻപുറത്തൊക്കെ ഒരു പറച്ചിലുണ്ട്, ഒരു കതക് പണിത് വെച്ച ഒരു ആശാരി ഈ കതക് അങ്ങ് താഴെ പോയി എന്ന് വിളിച്ചു പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ അത് ആരോ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ റോഡെന്ന് പറയുന്നത് കൊട പിടിച്ചു കൊടുക്കുന്ന ഒരു സാധനമായിട്ടാണോ മുഖ്യമന്ത്രി മനസ്സിലാക്കിയിട്ട്? മഴയത്ത് നിലനിൽക്കേണ്ട ഒന്നല്ലേ ഈ നിർമ്മിച്ചുകൊണ്ടിരിക്കുക? ഇത് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരുന്നത് അങ്ങനെയല്ല. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ മുഴുവൻ ഇല്ലാത്ത മേനി നടിക്കലാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുന്നത് അവർ ഈ എട്ടുകാലി മമ്മൂഞ്ഞ് മേനി നടിച്ചത് കൊണ്ട് മാത്രമല്ല. അതായിരുന്നെങ്കിൽ നമുക്ക് ക്ഷമിക്കാമായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞ വാക്കുകൾ വിഴുങ്ങാൻ കഴിയാത്തതാണ് ഇപ്പോൾ ഇവരുടെ പ്രശ്നം. ഇപ്പൊ ഇവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് പൊളിയുന്ന ദിവസവും എഴുതിയ ലേഖനങ്ങളിലും എല്ലാം സർക്കാരിന്റെ ഏതാണ്ട് ഒരു ഏക നേട്ടമായി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ദേശീയപാത നിർമ്മാണത്തെയാണ്. അപ്പൊ ഇത്തരം ഒരു നിർമ്മാണ പ്രവൃത്തി അവിടെ നടക്കുമ്പോൾ ആ നിർമ്മാണ പ്രവൃത്തി ഇവിടത്തെ പരിസ്ഥിതിക്ക് പറ്റിയതല്ല എന്ന് അവിടുത്തെ സാധാരണ മനുഷ്യർക്ക് പോലും അറിയാം. അവർ ചൂണ്ടിക്കാണിച്ചതാണ്. അവർ അപ്പോഴും അതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിന്റെ കാരണം ഉദ്ഘാടനത്തിന്റെ ദിവസമാണ്. അതാണ് പ്രശ്നം. ബാക്കി അഴിമതിയും അങ്ങനെയുള്ള ആരോപണങ്ങളെല്ലാം മാറ്റി നിർത്തിയാലും ഇപ്പോഴും സംസാരിക്കുന്നത് മുഴുവൻ എന്താണ്? അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് വരരുതെന്ന് ഇവിടെ UDF ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാവാം. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് എങ്ങനെയും വരണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു. അത് ഇവർക്ക് മറച്ചുവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു കാരണവശാലും കഴിഞ്ഞിട്ടില്ല.